കൊടും കുറ്റവാളികളും ഇവിടെ എത്തിയാൽ കരയും. ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ജയിൽ. ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട സ്ഥലം. അമേരിക്കയിലെ ലൂസിയാനയിലുള്ള ഏറ്റവും ഭയാനകമായ ജയിലാണ് അങ്കോള ജയിൽ. എത്ര വലിയ കുറ്റവാളിക്കും പേടി സ്വപ്നമായ അങ്കോള ജയിലിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജയിലിൽ നടന്നിരുന്ന അക്രമവും കഠിനമായ തൊഴിൽ സാഹചര്യങ്ങളുമാണ് അതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റിയത്. 1880കളിലാണ് അങ്കോള ജയിലിന്റെ ആരംഭം. മേജർ സാമുവൽ ലോറൻസ് ജെയിംസ് ആണ് ഇത് തുടങ്ങിവെച്ചത്. 1830കളിൽ ഐസക് ഫ്രാങ്ക്ലിന്റെ ഉടമസ്ഥതയിലുള്ള 8000 ഏക്കറോളം വരുന്ന തോട്ടമായിരുന്നു ഇത്. ഐസക് അടിമക്കച്ചവടക്കാരനും തോട്ടക്കാരനുമായിരുന്നു. തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന അടിമകളിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ നിന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് അങ്കോള എന്ന് പേരിട്ടത്. പിന്നീടുള്ള 50 വർഷത്തിനുള്ളിൽ തോട്ടത്തിന് ഒന്നിലധികം ഉടമകളുണ്ടായി. ഒടുവിലത് 1880ൽ സാമുവൽ ലോറൻസ് ജെയിംസ് വാങ്ങുകയായിരുന്നു. കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ആർമിയുടെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു ജെയിംസ്. തടവുകാരെ സൂക്ഷിക്കുന്നതിനായി ജെയിംസ് ആണ് തോട്ടത്തെ ജയിലാക്കി മാറ്റിയത്. നിലവിൽ 6300 തടവുകാരാണ് ജയിലിലുള്ളത്. തടവുകാരെ നോക്കാനായി 1800 ജീവനക്കാരുണ്ട്. ലൂസിയാന ഹൈവേ 66ന്റെ അവസാന ഭാഗത്താണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ജയിലിനെ ചുറ്റി 3 വശത്തും മിസിസിപ്പി നദി ഒഴുകുന്നു. ജയിലിൽ നിന്നും ആരും രക്ഷപ്പെടാതിരിക്കാൻ വേട്ടനായ്ക്കളെയാണ് ഇവിടെ കാവൽ നിർത്തിയിരിക്കുന്നത്. മേജർ ജെയിംസ് അതിക്രൂരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കുറ്റവാളികളെ അയാൾ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും കൊടും ക്രൂരത കാണിക്കുകയും ചെയ്തിരുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ മരണം വരെ ജോലിയെടുക്കാൻ അവർ നിർബന്ധിതരായി. അയാൾ കുറ്റവാളികളോട് കാണിക്കുന്ന ക്രൂരതയുടെ കഥകൾ പുറംലോകം അറിഞ്ഞതിനെ തുടർന്ന് ഭരണകൂടം ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നിർഭാഗ്യവശാൽ സർക്കാർ നിയമിച്ച വാർഡന്മാർ ഒരുപോലെ നിയമം ദുരുപയോഗം ചെയ്യുന്നവരായിരുന്നു. 1950കളിൽ 31 ജയിൽ തടവുകാരാണ് അങ്കോളയിലെ കഠിനാധ്വാനത്തിനും ക്രൂരതയ്ക്കുമെതിരായി ഉപ്പൂറ്റി മുറിച്ച് പ്രതിഷേധിച്ചത്. ഭ്രാന്തമായ ഈ പ്രതിഷേധത്തെക്കുറിച്ച് കേട്ട ശേഷം ജഡ്ജി റോബർട്ട് കെന്നൻ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഉറപ്പു നൽകുകയും അതിനുശേഷം പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തു. 1940കളിൽ മുൻ അങ്കോള തടവുകാരനായ വില്യം സാഡ്ലർ ജയിലിലെ മനുഷ്യത്വരഹിതമായ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ലേഖനങ്ങളുടെ ഒരു പരമ്പര എഴുതിയിരുന്നു. തടവുകാരെ തല്ലുന്നതിനായി 3 അടി നീളമുള്ള ചാട്ടവാറുമായി ചുറ്റി നടക്കുന്ന ഒരു വാർഡനെ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. സാഡ്ലർ എഴുതി, ഇത് നഗ്നനായ മനുഷ്യന്റെ പുറകിൽ വെടിയുണ്ട പോലെ വന്നു വീണു. 1, 2, 3, 20 എണ്ണം 30 കവിഞ്ഞു. കുറ്റവാളി ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. കരുണയ്ക്കായി അപേക്ഷിച്ചു. അയാളുടെ ബോധം മറഞ്ഞിട്ടും ചാട്ടവാറടി വീണുകൊണ്ടിരുന്നു. 1950 മുതൽ ജയിലിലെ അവസ്ഥ കൂടുതൽ മോശമായി തീർന്നു. തടവുകാരെ അനുസരിപ്പിക്കാൻ വൈദ്യുത കസേര വന്നു. 1991ൽ 87 തടവുകാർ വൈദ്യുത കസേരയിൽ കൊല്ലപ്പെട്ടു. അതിപ്പോൾ അങ്കോള മ്യൂസിയത്തിൽ കാണാം. സജീവമായ ജയിലിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക ജയിൽ മ്യൂസിയമാണ് അങ്കോള മ്യൂസിയം. കുറ്റവാളികൾ രൂപകൽപ്പന ചെയ്ത നിരവധി ആയുധങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. വിവിധ വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച നിരവധി കത്തികളും മെറ്റൽ പൈപ്പുകളിൽ നിന്ന് നിർമ്മിച്ച ഒരു ഷോട്ട് ഗണ്ണും അതിൽ ഉൾപ്പെടുന്നു. ഒരു ചങ്ങലയിൽ കൊരുത്ത മുള്ളുകൾ കൊണ്ടുള്ള ഒരു പന്ത്, 2 മധ്യകാല കൊടുവാളുകൾ എന്നിവയും അവിടെ സന്ദർശകർക്ക് കാണാം. അങ്കോള ജയിലിന്റെ അക്രമാസക്തമായ ഭൂതകാലത്തിന് ഇതിലും നല്ല തെളിവ് വേണ്ട. ലൂസിയാനയിലെ ഏറ്റവും അപകടകാരികളായ കുറ്റവാളികൾ എല്ലാവരും വന്നു ചേരുന്നത് ഇവിടെയാണ്. 70കളുടെ തുടക്കത്തിൽ ഓരോ വർഷവും ശരാശരി 12 തടവുകാരെങ്കിലും കത്തിമുനയിൽ തീരുമായിരുന്നു. 1992ൽ ജയിലിൽ 1346 ആക്രമണങ്ങളാണ് നടന്നത്. ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന തടവുകാരാണ് കൂടുതലും. അങ്കോളയിലെ മറ്റൊരു പ്രത്യേകത അവിടെ കുറ്റവാളികൾക്കായി ഒരു ശ്മശാനവുമുണ്ട് എന്നതാണ്. അങ്കോളയിൽ മരിക്കുന്ന തടവുകാരിൽ പകുതിയോളം പേരെ ജയിൽ മൈതാനത്താണ് അടക്കം ചെയ്യുന്നത്. ആ ശവപ്പെട്ടികൾ നിർമ്മിക്കുന്നത് കുറ്റവാളികൾ തന്നെയാണ്. തങ്ങളുടെ മരണത്തിനായുള്ള ശവപ്പെട്ടികൾ സ്വയം നിർമ്മിക്കുന്നവരാണ്. മനുഷ്യരാണ് എന്ന സാമാന്യ പരിഗണന പോലും നൽകാത്ത ജയിലിൽ രോഗികളായ കുറ്റവാളികളുടെ അവസ്ഥ ശോചനീയമായിരുന്നു. കിടക്കയിൽ കിടക്കുന്ന തടവുകാർ പലപ്പോഴും സ്വന്തം മലത്തിൽ കിടന്ന് അഴുകി മരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അടിസ്ഥാന ആരോഗ്യ സംരക്ഷണമില്ലാത്തതിന്റെ പേരിൽ 100 കണക്കിന് തടവുകാർക്ക് സ്ഥിരമായ വൈകല്യങ്ങളും രോഗങ്ങളും ഉണ്ടായി. ഏറ്റവും ഭയാനകമായ നരകതുല്യമായ പീഡനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അങ്കോള ജയിൽ ഇന്നും പൈശാചികമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്നു. ഇപ്പോഴും ആയിരക്കണക്കിന് തടവുകാരുടെ വാസസ്ഥലമാണിത്. അവർ ഒരിക്കലും മതിലുകൾക്ക് പുറത്തുള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ അനുവാദമില്ലാത്തവരാണ്.
ദുഷിച്ച ജീവിത സാഹചര്യത്തിൽ സ്വയം അഴുകിത്തീരാൻ വിധിക്കപ്പെട്ടവരാണവർ. ഇപ്പോൾ പക്ഷേ സാഹചര്യങ്ങൾ കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്.